നമുക്ക് ബിരിയാണി മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 20 ഗ്രാം ഏലക്കായ എടുത്തിട്ടുണ്ട്, 20 ഗ്രാം പട്ട എടുത്തിട്ടുണ്ട്, 20 ഗ്രാം കറാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കടയിൽ നിന്ന് തൂക്കി വാങ്ങിച്ചതാട്ടോ, അതാണ് കറക്റ്റ് അളവ് പറയണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന അളവ് കൊണ്ട് ഒരു 15 കിലോ ബിരിയാണി വരെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് ജാതിക്ക 20 ഗ്രാം, ജാതിപത്രി 20 ഗ്രാം, അതേപോലെ സാജീരകം 20 ഗ്രാം, തക്കോലം 20 ഗ്രാം, പിന്നെ പെരിഞ്ജീരകം ഞാൻ പറഞ്ഞല്ലോ 15 കിലോക്കുള്ള അളവാണ് പറയുന്നത്, 100 ഗ്രാം വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് 20 ഗ്രാമാണ് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം മസാല ഉണ്ടാക്കുമല്ലോ, ആ ഒരു സമയത്ത് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് നമ്മൾ വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഒരുപാട് കാലം സൂക്ഷിക്കാനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കുകയൊന്നും ചെയ്യണില്ല, ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പട്ടിയും അതേപോലെ ജാതിക്കയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജാതിക്ക അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിക്ക് കുരുമുളകും കൂടെ വേണം കേട്ടോ. കുരുമുളക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളിത് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി നല്ലോണം ചൂടായിട്ടേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കരുത്. കാരണം ഈ സാജീരകം എന്നൊക്കെ പറയുന്നത് ചെറിയ ഐറ്റംസാണ്, പെട്ടെന്ന് കരിയും. അതങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബിരിയാണീൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഇത് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അരിയൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെക്കുമല്ലോ, ആ വെള്ളം വെക്കുമ്പം അതിൻ്റെ മേലെ നമ്മളൊരു അടപ്പ് വെക്കൂലേ, ആ അടപ്പിൻ്റെ മേലെ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ചൂടായിട്ട് പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ 50 ഗ്രാമിൻ്റെ 2 പാക്ക് പെരിഞ്ജീരകമാണ് 15 കിലോ ബിരിയാണിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 100 ഗ്രാം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിന് ഇതാ 20 ഗ്രാമോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ ബീഫൊക്കെ വേവിച്ച് നമ്മൾ സവാളയൊക്കെ വാട്ടിയിട്ട് മസാല റെഡിയാക്കുമല്ലോ, ആ ഒരു സമയത്ത് ബാക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ ബേ ലീഫ് കയ്യിലുണ്ടെങ്കിൽ ബേ ലീഫും കൂടെ ചേർക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ബേ ലീഫ് ഇല്ലേനും, അപ്പോൾ ഞാൻ ബേ ലീഫ് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ഇതാ ഞാനൊക്കെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജാറ് നനയാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വൈദ്യശാലയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. വൈദ്യശാലയിൽ നിന്ന് നല്ല ഐറ്റംസാണ് നമുക്ക് കിട്ടുക. സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ലത് കിട്ടും, പക്ഷേ വൈദ്യശാലയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഒന്നും കൂടെ റേറ്റൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ അധികം വൈദ്യശാലയിൽ നിന്ന് വാങ്ങിക്കലുണ്ട്. അപ്പോൾ നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യണതല്ലേ, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബിരിയാണി മസാല പൊടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ജാറിൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതിരിക്കും. നമ്മൾ വറുത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്ത് പോവേ ഒന്നും ചെയ്യൂല. അപ്പോൾ അതൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറിയിട്ട് നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഇപ്പം ഞാൻ പൊടിച്ചെടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് ഇത് 50 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട് ചെയ്യണത്. കുരുമുളകും നമുക്കിതുപോലെ കടയിൽ നിന്ന് പാക്കറ്റ് പൊടി വാങ്ങിക്കാതെ ഇതേപോലെ ലൂസായിട്ട് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം പാക്കറ്റ് പൊടി ആകുമ്പം അതിൽ എന്തെങ്കിലും ചേർത്തിക്കണോ അല്ലെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ലൂസ് വാങ്ങിയിട്ട് നമ്മളിതേപോലെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിതേപോലെയാണ് പൊടിച്ചെടുക്കൽ. പിന്നെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുരുമുളക് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേറെ വേണമല്ലോ, അപ്പോൾ അങ്ങനെ ലൂസായിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ. എന്നിട്ട് കുറച്ച് ഇതേപോലെ പൊടിച്ചെടുക്കും, ബാക്കിയുള്ളത് നമ്മൾ പൊടിക്കാതെയും വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. കുരുമുളക് പൊടിച്ചിട്ട് ബോട്ടിലാക്കിയിട്ട് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അതിന് പൂപ്പൽ വരും, ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസിൻ്റെ ജാറിലാക്കിയിട്ട് ഇത് ഇനി ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പം ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് ഇടയ്ക്കൊക്കെ നമ്മുടെ കൂട്ടുകാർ പറയലുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യണ്ടെന്ന് പറയും. ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിന് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാട്ടോ. ഈ വീഡിയോ കുറേ ദിവസം മുന്നെടുത്ത് വെച്ചതാണ്. പിന്നെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, ഇതുവരെ വറുത്തിട്ടൊന്നുമില്ലല്ലോ, വറുക്കാതെയാണല്ലോ പൊടിച്ചെടുത്തത് എന്നൊക്കെ, അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ സംശയം ഉണ്ടാവും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഒന്ന് കരിഞ്ഞു പോകുക എന്തെങ്കിലും ചെയ്താൽ ടേസ്റ്റ് മാറും.
അപ്പോൾ ഇതാ ബിരിയാണി മസാല ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്